അവനും ആ മേനോനും നാടക നടിയെ കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രി പുറത്തു പോകാനേ പാടില്ല. അതിനാദ്യം അവന്റെ മുറി പുറത്തു നിന്ന് പൂട്ടണം. പുറത്തു നിന്നല്ലാതെ പിന്നെ അകത്ത് നിന്ന് പൂട്ടാൻ പറ്റൂടാ. വേണ്ട, അവനകത്ത് ഗാഠ നിദ്രയില്ല. ഉണർത്തണ്ട. അവന്റെ അവസാനത്തെ ഉറക്കമല്ലേ, ഉറങ്ങിക്കോട്ടെ. അവനകത്തില്ലെന്നാ തോന്നുന്നത്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കല്ലേ. നീ എന്തൊരു മണ്ടനാടാ. അവനകത്തില്ലെങ്കിൽ മുറി അകത്ത് നിന്നല്ലേ പൂട്ടു. ഓ അത് നേരാണല്ലോ. നമുക്കൊരു പണി ചെയ്യാം. അവനകത്തുണ്ടോ എന്നറിയാൻ മുറി തുറന്ന് അകത്ത് കയറി നോക്കാം. അതിന് മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കല്ലേ. നമുക്ക് ചവിട്ടി തുറക്കാം. ഓക്കെ, റെഡി. 1 2 അയ്യോ, മുറി പൂട്ടിയിട്ടില്ല. അയ്യോ, അവൻ മുങ്ങി. വണ്ടി അങ്ങോട്ട് മാറ്റിയിട്. ഉടനെ തന്നെ പോകേണ്ടി വരും. മേനോൻ സാറേ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അവസാനം അയാളെ കാണുമ്പോൾ നിങ്ങൾ കവാത്ത് മറക്കരുത്. അല്ല, അതെ, ചെന്ന ഉടനെ പറയണോ? നമുക്ക് കുറച്ച് അവകാശമായിട്ട്. ഇത്രയും നേരം എല്ലാം സമ്മതിച്ചിട്ട് ഇപ്പൊ ഒന്ന് കാര്യം മാറുകയാണോ? ഒരുപാട് സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ. മഹാദേവനാണോ? നല്ല ആൾക്കാരാ. റെയിൽവേ സ്റ്റേഷനിൽ പോവാന്നും പറഞ്ഞ് പോയിട്ട് നിങ്ങൾ ഇത് എവിടെ ആയിരുന്നു? ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ പോകാൻ പോകുന്നത്. എന്നാ ഇനി പോകണ്ട. എന്റെ ശോഭമോൾ ഇങ്ങ് വന്നു. മഹാദേവ, ശോഭമോളെ കണ്ടിട്ട് നീ എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? അച്ഛാ, ഇവള് നാടക നടി തന്നെ, ഒരു സംശയമില്ല. നല്ല ആളാ. ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടും റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് കാത്തു നിന്നോ? അങ്ങനെ ചോദിക്കുമോളെ. അലേട്ടാ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിന്നു. അപ്പൊ ഒരു സംശയം, ബസ്സിലാണോ വരുന്നത്? അപ്പൊ ബസ് സ്റ്റേഷനിൽ പോയി, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ പോയി വന്ന് നിൽക്കുമ്പോ മഹാദേവൻ പറഞ്ഞു, ശോഭ മിടുക്കിയാണ്, അവളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന്. ഇല്ലയോ മഹാദേവ? ഏതായാലും കൃത്യസമയത്ത് ആളെത്തി. ഇല്ലയോ മഹാദേവ? മേനോനങ്കിളല്ലേ? അച്ഛൻ പറഞ്ഞു, എന്തായാലും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മിടുക്കനാണല്ലേ. മഹേട്ടനെ പറ്റിയ കൂട്ട്. ഭാവിയായ പുണ്യാളൻ എന്ന നാടകത്തിലെ കോട്ടയം പുഷ്പ പറഞ്ഞ ഡയലോഗാണിത്. ഞാൻ 3 പ്രാവശ്യം കണ്ടു. ചേട്ടാ, പടക്കം പൊട്ടിക്കല്ലേ, എന്റെ ബോധയ്ക്കാ പൊട്ടിക്കും. ഒച്ച വെക്കാതെ അച്ഛാ. അച്ഛാ, മഹേട്ടൻ അച്ഛനെ കുറിച്ച് എനിക്ക് അയച്ച കത്തിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നറിയോ? അച്ഛനെ കാണുമ്പോ മഹേട്ടന്റെ മരിച്ചുപോയ അച്ഛനെയാണ് ഓർമ്മ വരുന്നതെന്ന്. മോളെ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടപ്പോ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ സ്തംഭിച്ചങ്ങ് നിന്ന്. സഹായിക്കാണ്ട് നീയും അടുത്തില്ല. ലക്ഷ്മിക്കുട്ടിയെ, ശോഭമോക്ക് ഇവിടുത്തെ ചിട്ടകളൊന്നും അറിയാൻ പാടില്ല. നീ വേണം അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഇനി അത് പിന്നെ വലിയേട്ടൻ പ്രത്യേകം പറയണോ? എനിക്കും 2 പെമ്പിള്ളാരല്ലേ, ഇപ്പൊ 3 അങ്ങോട്ട് കൂട്ടിക്കോളൂ. എന്നാ നിങ്ങൾ അകത്തേക്കല്ലേ. ശോഭ വരൂ. എന്താ വിളിച്ചത്? ശോഭയെന്നോ? മഹേട്ടൻ അപ്പൊ എന്നെ വിളിക്കാറുള്ള ഓമന പേര് മറന്നോ? നാടക എന്നായിരിക്കും. മഹേട്ടൻ എന്നെ സുന്ദരിക്കുട്ടി എന്നല്ലേ വിളിക്കാറ്? ഞാൻ മറന്നുവല്ല, സുന്ദരിക്കുട്ടി. ഒരു സംശയവുമില്ല, നാടക നടി തന്നെ. ഇവളെവിടെ അഭിനയിച്ച് കലക്കും. അച്ഛാ, എന്തിനാ എന്നെ വിളിച്ചത്? വെറുതെ. എന്റെ മോളെയും മോടമ്മയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലേ. അച്ഛനോട് പൊറുക്കണം. സാരമില്ല അച്ഛാ, ഇപ്പോഴെങ്കിലും എന്റെ അച്ഛനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. നിനക്ക് 1 വയസ്സുള്ളപ്പോഴാ അവസാനമായിട്ട് ഞാൻ നിന്നെ കണ്ടത്.
അന്ന് നിന്റെ അമ്മയോട് ഞാൻ യാത്ര പറഞ്ഞിറങ്ങിയപ്പോ നീ വാവിട്ട് കരയായിരുന്നു. കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ കരച്ചിലായിരുന്നു മനസ്സ് നിറയെ. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല കുഞ്ഞെ, അന്നത്തെ സാഹചര്യം അതായിരുന്നു. ഇതിലുള്ളതെല്ലാം എന്റെ രാജേശ്വരിയുടെ വകയാ. ഇനി ഇതെന്റെ മോക്കുള്ളതാ. ഞാൻ ഇതിനൊരു അവകാശം ഇല്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സന്തോഷായി. എന്നാ വാങ്ങിക്കോ. ചെല്ലേ, മഹാദേവനെ കാത്തിരിക്കുന്നുണ്ടാവും. നീ ഭാഗ്യവതിയാ മോളെ, അവൻ നല്ലവനാ. പറയടി, ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? അയ്യോ, മാഹേട്ടനല്ലേ എന്നെ വരുത്തിയത്? കൂടുതൽ വിളമ്പണ്ട. നീ എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ചുന്ദരി എന്ന് വിളിക്കണമെന്നോ? ആ, സുന്ദരി, നല്ല പേരല്ലേ? എടി, ആരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നുള്ള സത്യം അച്ഛനാരോട് പറഞ്ഞിട്ട് ഉടനെ സ്ഥലം വിട്ടോണം. ദൈവദോഷം പറയല്ലേ. മഹേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിയുടെ പവിത്രത ഓർത്തെങ്കിലും എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറരുത്. ഓഹോ, അപ്പൊ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എടി, ഈ കെട്ടുതാലിയുടെ വിലയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇതൊരു 3 പവൻ കാണും. അപ്പൊ ചുരുങ്ങിയത് ഒരു 13,000 രൂപയെങ്കിലും വില വരും. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. നാടകത്തിൽ വിഡ്ഢിവേഷമായിരിക്കും കൂടുതൽ കിട്ടുന്നത്. എന്താ മഹേട്ടാ ഇത്? ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. തൊട്ട് എന്താ ഉരുകി പോവോ? നിന്നെ പോലുള്ള വൃത്തികെട്ട പെണ്ണുങ്ങൾ തൊട്ടാൽ ഉരുകി പോവടി. നിനക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ. ഞാനൊരു ചെറ്റയാണ്, ചെറ്റ. അതീ തിരുമുഖം കാണുമ്പോ തന്നെ അറിയാം. ദേഷ്യം വരുമ്പോ മഹേട്ടിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെനിക്കിഷ്ടായി. നിന്നെ പോലൊരു തേർഡ് റേറ്റ് ബിച്ചിനെ ഇഷ്ടപ്പെടാൻ ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല. മൈൻഡ് യുവർ വേർഡ്സ്. ഒരു കാര്യം ഞാൻ പറയാം. തന്നെ പ്രേമിക്കാനും കൂടെ കഴിയാനും ഒന്നും അല്ല ഞാനിവിടെ വന്നത്. പിന്നെ എന്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് തന്നെയാണ് എന്റെയും ഉദ്ദേശം. മനസ്സിലായില്ലേ? കൂടെ നിന്നാൽ 50-50. എടി, സത്യം പറയടി, നിന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? ആ കള്ള മേനോനല്ലേ? സരസേട്ടനല്ലേ? അച്ഛൻ പറഞ്ഞു ഇവിടെ സ്നേഹമുള്ള ഒരാളായി സരസേട്ടൻ മാത്രമേ ഉള്ളൂന്ന്. അത് ശരിയാ. എന്നാലും ഒരു നാടോന്നരി സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. പോ പോ പോ. ദേഷ്യം വരുമ്പോ സരസേട്ടനെ കാണാൻ ഏതോ ഒരു സിനിമാ നടനെ പോലെ ഇരിക്കുന്നു. ഷാരൂഖ് ഖാൻ ആയിരിക്കും. എല്ലാരും അത് പറയാറുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങള്. ആ ഖാനെ പോലെ തന്നെ ഉണ്ട്. ഒരു നാണം കണ്ടില്ലേ? സത്യത്തിൽ എന്റെ വിവാഹം കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ സരസേട്ടനെ തന്നെ കെട്ടിയേനെ. എന്റെ മുറച്ചെറുക്കനല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം വരുമോ? ഇനി ദേഷ്യം വരുന്ന പ്രശ്നമേ ഇല്ല. ആ, പിന്നൊരു കാര്യം, ഇവിടെ വിക്രമൻ എന്നൊരു അക്രമയുണ്ട്. അവനാള് മോശക്കാരനാണ്. എന്നോട് തോന്നിയ ഈ ലവ് അവനോട് തോന്നിയേക്കരുത്. ഇങ്ങനെ നോക്കി എന്റെ മനസ്സിൽ കുളിര് കോരിയിടരുത്. കൊള്ളാം, എന്റെ മുറച്ചെറുക്കനല്ലേ? ഇത്രയും നല്ല മുഖശ്രീയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ശരിയാ. അല്ലെങ്കിൽ എന്റെ അഴകിനെ പറ്റി എല്ലാരും പോയിട്ടുണ്ട്. എന്ത് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കിയതാണോ? അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. അച്ഛൻ എണീറ്റിട്ടുണ്ടാവും. ഞാൻ പോവാ. ബാക്കി സ്നേഹം നാളെ തരാട്ടോ. ബൈ. എന്നെ ഒന്ന് ഡിസ്പെൻസറിയിൽ എത്തിക്കോ. അമ്മേ, അയാളെ എവിടുന്നോ അച്ഛൻ കൊണ്ടുവന്നാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇങ്ങനെ ശോഭിച്ചിട്ട് ഭർത്താവുന്നത്? അതെന്റെ തന്തയോട് പോയി ചോദിക്കേ. എന്തിനാ അവളെ പറയുന്നേ? ചേച്ചിയുടെ ഭർത്താവിന്റെ അതിനൊക്കെ കാരണക്കാരൻ. അയാൾ പരമേശ്വരൻ നായരല്ല, പരമ ദുഷ്ടൻ നായരാ. ഒടുക്കത്തെ ഒരു അത്യാഗ്രഹം. നീ എന്നോട് വഴക്കിടാൻ വരരുത്. അവര് രണ്ടാളും ഇന്നലെ ഒരുമിച്ചാണ് മുറി കിടന്നത്. അല്ല, നിന്റെ അച്ഛനും കൂട്ടിനുണ്ടായിരുന്നു. മുതിർന്നവര് സംസാരിക്കുമ്പോ ഇടയിൽ കയറിയാലുണ്ടല്ലോ, പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അല്ല, ഈ അമ്മയുടെ എന്ത് ചോദിച്ചാലും ചാടി കടിക്കാൻ വരും.
എന്തിനാ രാവിലെ എന്നെ സിന്ധുവിനെ വഴക്ക് പറയുന്നേ? കാപ്പി എവിടെ വെച്ചിരിക്കുന്ന അമ്മായി? അച്ഛന് കൊടുക്കാനാ. അമ്മായിയോ? ഏത് വകയിലാ ഞാൻ എന്റെ അമ്മായി ആയത്? മാണിക്യമംഗലത്ത് അച്യുതൻ നായരുടെ, അതായത് എന്റെ അച്ഛന്റെ മൂത്ത സഹോദരി, എനിക്ക് അമ്മായിയല്ലേ? വല്യേട്ടന് കാപ്പിയും ചായയൊക്കെ കൊടുക്കാനേ ഞങ്ങളുണ്ട് ഇവിടെ. ഒന്ന് പോയാ മതി. കപ്പോടേക്ക് ദേ തള്ളേ, നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയില്ല. വേണ്ട, ഉടക്കാൻ വരണ്ട. ഈ ലക്ഷ്മിക്കുട്ടിക്ക് നാക്കിന് മാത്രമല്ല കൊഴക്കിന് നല്ല ബലമുണ്ട്. ഇതെന്റെ വീടാണ്. നിങ്ങളിപ്പോ ഇവിടെ കഴിയുന്നതേ എന്റെ ഔദാര്യത്തിലാ. കൂടുതൽ വിളഞ്ഞാലേ എല്ലാത്തിനെയും അടിച്ച് ഞാൻ പുറത്താക്കും. അയ്യോ, ഈ പെണ്ണിനെ തല്ലി. എന്തുണ്ടായി? ഇവളെന്നെ തല്ലി. ഇവളെ തല്ലിയെന്നോ? ഇവളെന്നെയും വികലാംഗനാക്കി. തല്ലിയ മാത്രമല്ല, എന്റെ ദൈവമേ, ചേട്ടനെ ഇവൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? ഏത് നാടക കമ്പനി നിങ്ങൾ വന്നത്? KPSC നിന്നാണോ അതോ കാളിദാസ കലാകേന്ദ്രത്തിൽ നിന്നാണോ? സംഗമം തിയേറ്റേഴ്സിൽ നിന്നായിരിക്കും. മുഖഭാവം കണ്ടാലറിയാം. അല്ലല്ല, ടിവിയിലെ തപ്പും തുടി എന്ന പരിപാടിയിൽ ഞാൻ ഇവളെ കണ്ടിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഇവൾ ടിവിയിലും കയറി ടിവിയിൽ നാടകത്തിൽ അഭിനയിക്കുന്ന ആരാ ഇവിടെ ഇപ്പം? അല്ല, ഞങ്ങളെ ശോഭമോളുമായിട്ടൊന്ന് പരിചയപ്പെടുകയായിരുന്നു. അച്ഛാ, അമ്മാവൻ നാടക കമ്പനി തുടങ്ങാൻ പോണു ഇത്രേ. നല്ല ചന്തമുണ്ടല്ലോ, നായികയായി ഞാൻ അഭിനയിക്കണമെന്ന്. എന്റെ മോള് നാടകത്തിൽ അഭിനയിക്കണമെന്ന്. പട്ടി കഴിവുറടാ മോനെ, അടിച്ച് പല്ലിയങ്ങളെയും അനാവശ്യം പറഞ്ഞാ. വാ മോളെ. അളിയാ പോടാ. എന്റെ അളിയനാണെങ്കിൽ അവൻ വെറും തൊട്ടിയാ മോളെ. എന്തിനാടി ആ പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഇങ്ങോട്ട് നോക്കൽ, മുഖത്ത് നോക്കി സംസാരിക്കാത്തത് കള്ളികളുടെ ലക്ഷണമാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറയട്ടെ. പറഞ്ഞു തൊലയ്ക്ക്. കൊല്ലാൻ, അച്യുതൻ നായരെ കൊല്ലാൻ. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. എടീ, ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നീ ഒരു പുല്ലും പറയണ്ട. ആ മനുഷ്യൻ മരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ആഗ്രഹം നടക്കില്ല. സ്വന്തം മോളാണെന്ന് കരുതി നിന്നോട് കാണിച്ച സ്നേഹം നീ കണ്ടില്ലേ? ആ മനുഷ്യൻ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആഴമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം, സ്നേഹമല്ല. അച്യുതൻ നായരെ കൊന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ആ കുറ്റം നിങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കാം. നമ്മളുടെ രണ്ടാളുടെ ഉദ്ദേശം ഒന്നായ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, അയാളെ കൊല്ലാൻ നിങ്ങൾ എനിക്ക് കൂട്ടുനിന്നാൽ 50-50.